സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ നവമി തമോധ്യായഃ. 90-ാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 14 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 15 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളാണ്. കൃഷ്ണനിലുള്ള പരമപ്രേമ ഭക്തി നിമിത്തം ഉന്മത്തുകളെ പോലെ ആയ കൃഷ്ണപത്നികൾ, കൃഷ്ണന്റെ അഭാവം, അവർക്കുണ്ടായ വിരഹദുഃഖം, അവർ കുരരപക്ഷി, ചക്രവാകം, സമുദ്രം, ചന്ദ്രൻ, മേഘം, കുയിൽ, പർവ്വതം, നദി എന്നിവയൊക്കെ അഭിസംബോധന ചെയ്ത് അവരോട് പങ്കിടുകയാണ്. യോഗേശ്വരനായ കൃഷ്ണനിൽ ഏകാന്ത ഭക്തിയുള്ള കൃഷ്ണപത്നികളെല്ലാം അവസാനം പരമപദം പ്രാപിച്ചു. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. മഹിഷ്യഊജോ കുരരീ വിലവസിത്വം ഭീതനിദ്രാനശേഷേ സ്വപിതി ജഗതി രാത്ര്യാം ഈശ്വരോ ഗുപ്തബോധ വയമിവ സഹി കശ്ചിത് ഗാഢനിർഭിന്ന ചേത നളിനനയനഹാസോദാര ലീലേക്ഷിതേനാം. കുരരി പക്ഷി, ചെറിയ കുരരി പക്ഷിയെ വിളിച്ചു പറയുകയാണ്. അല്ലയോ കുരരി, വിലവസിത്വം വീതനിദ്രാനശേഷേ സ്വപിതി ജഗതി ത്വം. ലോകത്തിൽ നീ നിദ്രാഹീനയായിട്ട് വിലപിക്കുന്നു. രാത്രി നിനക്ക് ഉറക്കമില്ലേ? ഞങ്ങളെ പോലെ തന്നെയാണോ നീയും? പക്ഷിയോട് ചോദിക്കുകയാണ്. പക്ഷി രാത്രി കരഞ്ഞപ്പോ ചോദിക്കുകയാണ്, നിനക്കും രാത്രി ഉറക്കമില്ലേ? ശേഷേ നീ കിടക്കുന്നില്ലേ? ഗുപ്തബോധ, ഗോപനം ചെയ്യപ്പെട്ട ബോധത്തോടു കൂടിയവനായ ഈശ്വരക നാഥൻ രാത്രിയിൽ സ്വപുതി, അതാ കൃഷ്ണൻ കിടന്നുറങ്ങുകയാണ്. നീ കൃഷ്ണനെ വിചാരിച്ചാണോ കരയുന്നത്? കൃഷ്ണൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ കാര്യമാണ് പറയുന്നത്. അവര് ഉറങ്ങാതെ കൃഷ്ണനെയും ആലോചിച്ചിരിക്കുകയാണ്. സഖി, ഹേ സഖി, ഈശ്വര നാഥൻ അല്ല, സഖി, ഹേ സഖി, വയം ഇവ, ഞങ്ങളെപ്പോലെ ത്വമപി, നീയും നളിന നയന ഹാസോദാര ലീല ഈക്ഷിതേന. നളിന നയനന്റെ, താമരക്കണ്ണന്റെ ഹാസം കൊണ്ട് ഉദാരമായ ലീലാനോട്ടത്താൽ ഗാഢനിർഭിന്ന ചേത കശ്ചി, ഏറ്റവും മുറിവേൽക്കപ്പെട്ട മനസ്സോടുകൂടിയാണോ നീ ഈ കരയുന്നത് എന്ന് കുരരപക്ഷിയോട് ചോദിക്കുകയാണ്. കൃഷ്ണൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, നീ കൃഷ്ണനെ കാണാതെയാണോ നീ ഇങ്ങനെ കരയുന്നത്? നിന്റെ മനസ്സ് വേദനിക്കപ്പെട്ടുവോ? അപ്പൊ അവരുടെ കാര്യം തന്നെയാണ് അവര് കുരരപക്ഷിയെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൃഷ്ണഭാര്യമാർ ഓരോരോ ജീവികളെയും സമുദ്രങ്ങളെയും നദികളെയൊക്കെ വിളിച്ചു പറഞ്ഞ് കരയുകയാണ്. അപ്പൊ ആദ്യമായിട്ട് കുരരപക്ഷിയാണ്. മഹിഷ്യഊജോ കുരരി വിലപസിത്വം വീത നിദ്രാനശേഷേ സ്വപിതി ജഗതി രാത്ര്യാം ഈശ്വരോ ഗുപ്തബോധ വയമിവ സഹി കശ്ചിത് ഗാഢനിർഭിന്ന ചേത നളിനനയനഹാസോദാര ലീലേക്ഷിതേനാം. ശ്ലോകം 16. നേത്രേ നിമീലയസി നക്തമദൃഷ്ടബന്ധോ സ്ത്വംരോരവീഷി കരുണംബത ചക്രവാഹി ദാസ്യം ഗതാ വയമിവാച്യുത പാദജുഷ്ടാം കിം വാസ്രജം സ്പൃഹയസേ കബരേണ വോടും. നേത്രേ നിമീലിയസി നക്തം അദൃഷ്ട ബന്ധു. അടുത്ത ചക്രവാകി എന്ന് പറഞ്ഞ പക്ഷിയെ, ചക്രവാക പക്ഷിയെ വിളിക്കുകയാണ്. സ്ത്വം രോരവീഷി കരുണം ബത ചക്രവാകി, അല്ലയോ ചക്രവാകി പക്ഷി, കുരരിയേക്കാൾ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്ന പക്ഷിയാണ് ചക്രവാകി. അതിനോട് പറയുകയാണ്, അദൃഷ്ടബന്ധു, കാണപ്പെടാത്ത ബന്ധുവോട് കൂടിയവളായിട്ട്, അതായത് രാത്രിയിൽ നിന്റെ പ്രിയതമനെ കാണാത്തതിനാൽ
നേത്രേ കണ്ണുകളെ നിമീലിയസി, കണ്ണുകൾ ചിമ്മി അടച്ചും തുറന്നും അടച്ചും തുറന്നു ഇങ്ങനെ കണ്ണു ചിമ്മി ഇരിക്കുന്നത് നിന്റെ പ്രിയതമനെ കാണാഞ്ഞിട്ടാണോ? കരുണം ദുഃഖം ജനിക്കത്തക്ക വിധം രോരവീഷി, നീ നല്ലവണ്ണം കരയുന്നല്ലോ. ഗത കഷ്ടം ഭയം ഇവ ഞങ്ങളെപ്പോലെ ദാസ്യത്തെ ഗത പ്രാപിച്ചവളായിട്ട് അച്യുത പാദജുഷ്ടാം ഭഗവാന്റെ പാദസ്പർശത്തോടുകൂടിയ സ്രജം മാലയെ കബരേണ തലമുടി കൊണ്ട് ഓടും വഹിക്കാനായിക്കൊണ്ട് കിംവാസ് സ്പൃഹേസേ നീ ആഗ്രഹിക്കുന്നുവോ? അപ്പൊ ചോദിക്കുകയാണ്, രാത്രിയിൽ നിന്റെ പ്രിയതമനെ കാണാത്തതിലാണോ അല്ലയോ ചക്രവാകമേ നീ കരയുന്നത്? നീ കണ്ണുകൾ ചിമ്മിയിരിക്കുന്ന എന്തിനാണ്? അതുകൊണ്ട് തന്നെയാണോ കേൾക്കുന്നവർക്ക് കൂടി ദുഃഖം അധികരിക്കാൻ വേണ്ടി തക്ക നിലയിൽ അതിദുഃഖത്തോടെ നീ ഉറക്ക കരയുന്നത്? നീയും ഞങ്ങളെ പോലെ തന്നെ ആ ഭഗവാന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന പൂമാല തലമുടിയിൽ ചൂടാൻ ആഗ്രഹിക്കുന്നുവോ? അദ്ദേഹത്തിന്റെ ദാസീഭാവം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലെ തന്നെ ആ ഭഗവാന്റെ ദാസ്യം സിദ്ധിക്കണേ എന്ന ആഗ്രഹ നിമിത്തം തന്നെയാണോ നീ വളരെ ദുഃഖത്തോടുകൂടി ഇങ്ങനെ കരയുന്നത്? അങ്ങനെയാണെങ്കിൽ നീയും കുറ്റക്കാരിയല്ല. ഞങ്ങളെപ്പോലെ തന്നെ നിന്നെയും കൃഷ്ണൻ ഉപേക്ഷിച്ചു പോയത് കൊണ്ടാണോ നീ കരയുന്നത് എന്ന് ചക്രവാക പക്ഷിയോട് ചോദിക്കുകയാണ്. നേത്രേ നിമീലിയസി നക്തമദൃഷ്ടബന്ധു സ്തംരോരവീഷി കരുണംബദ ചക്രവാകി ദാസ്യം ഗതാവയമിവാച്യുത പാദജുഷ്ടാം കിംവാസ്രജം സ്പൃഹയസേ കബരേണ ഓടും. ശ്ലോകം 17. ഭോ സദാ നിഷ്ടനസേ ഉദന്വൻ അലബ്ധ നിദ്രോ അധിഗത പ്രജാഗര കിംവാ മുകുന്ദാപകൃതാത്മലാഞ്ജന പ്രാപ്താം ദശാത്വം ച ഗതോ ദുരത്യയാം. അടുത്തത് അപ്പൊ രണ്ട് പക്ഷികളോട് ചോദിച്ചു, ആദ്യം കുരുവിയോടും പിന്നെ ചക്രവാക പക്ഷിയോടും. അടുത്ത സമുദ്രത്തിനോടാണ് ചോദിക്കുന്നത്. ഭോ ഉദന്വൻ, ഭോ സദാ നിഷ്ടനസേ ഉദന്വൻ. ഉദന്വൻ എന്ന് വെച്ചാൽ സമുദ്രം. അല്ലയോ സമുദ്രമേ, അലബ്ധ നിദ്ര, നീ ഉറക്കമില്ലാത്തവനായി അധികത പ്രജാഗര, ഉണർന്നിരുന്ന് സദാ എപ്പോഴും നിഷ്ടനസേ, നീ ഇതാ ഉറക്കെ വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്. അതായത് കടലിന്റെ ഇരമ്പൽ ശബ്ദം, അതാണ് ആക്രോശിക്കുന്നു എന്ന് പറയും. നീ ഉച്ചത്തിൽ കരയുന്നല്ലോ അല്ലയോ സമുദ്രമേ. മുകുന്ദ അപകൃത ആത്മലാഞ്ജന, മുകുന്ദനാൽ അപഹരിക്കപ്പെട്ട ആത്മാവിന്റെ ലക്ഷണത്തോടുകൂടി നീയും ദുരത്തെയാം അതിക്രമിക്കാൻ കഴിയാത്തതും പ്രാപ്താം ഞങ്ങളാൽ പ്രാപിക്കപ്പെട്ടതുമായ ദശാം അവസ്ഥയെ കിംവാഗത നീയും പ്രാപിച്ചുവോ? അല്ലയോ സമുദ്രമേ, നീയും ഞങ്ങളെപ്പോലെ തന്നെ ആ ഭഗവാന്റെ ആ നഷ്ടം നിനക്കുമുണ്ടായോ? നീയും കരയുകയാണോ? ഞങ്ങളെപ്പോലെ ആയതുകൊണ്ടാണോ നീ നിലവിളിക്കുന്നത്? ഭഗവാൻ ഞങ്ങളുടെ കുജകുങ്കുമം, നേത്രാഞ്ജനം, അനുരാഗം മുതലായ ചിഹ്നങ്ങളെ സുരത ക്രീഡാ അവസരത്തിൽ അപഹരിച്ചു. അടക്കാൻ കഴിയാത്ത കഷ്ടാവസ്ഥ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നത് പോലെ നിന്റെയും അന്തസാരഭൂതമായ ഗാംഭീര്യാദി ഗുണങ്ങളും കൗസ്തുഭാദി ധനവിശേഷങ്ങളും അപഹരിച്ചതിനാലുള്ള സങ്കട നിമിത്തമാണോ നീ വിധം കരയുന്നത്? ഇപ്പം പാലാഴിമദന കാലത്താണല്ലോ ഭഗവാന് കൗസ്തുഭരത്നമൊക്കെ കിട്ടിയത്. അതുപോലെ ഭഗവാന്റെ ഈ രത്നങ്ങള്, കിരീടങ്ങളിലൊക്കെ മാലകളിലും ഇല്ലൊക്കെയുള്ള ഈ രത്നങ്ങൾ സമുദ്രത്തിൽ നിന്ന് അപഹരിച്ചതാണോ? അതാണോ നീ കരയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥ കഷ്ടം തന്നെയാണ്. ഭക്തന്മാർക്ക് മുക്തി കൊടുക്കുന്നവനെങ്കിലും നമ്മുടെ നേരെ ഈ വിധം കരുണയില്ലാതെ നമ്മുടെ എല്ലാം അപഹരിച്ച് കൊണ്ടുപോയി. ഇനി നമുക്ക് കരയാനല്ല, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് സമുദ്രത്തോട് പറഞ്ഞ് അവര് വീണ്ടും ദുഃഖിക്കുകയാണ്. ഭോ സദാ നിഷ്ടനസേ ഉദന്വൻ അലബ്ധ നിദ്രോധിഗത പ്രജാഗര കിംവാ മുകുന്ദാപകൃതാത്മലാഞ്ജന പ്രാപ്താം ദശാത്വം ചഗതോ ദുരത്യയം. ശ്ലോകം 18. ത്വമ്വിഷ്മണ ബലവദാസി ഗൃഹീത ഇന്ദ്രോ ക്ഷീണസ്തമോന നിജാ ദീദിഭി
ക്ഷിണോഷി കച്ചിന്മുകുന്ദ ഗതിദാനി യഥാ വയന്ത്വം വിസ്മൃത്യഭോ സ്ഥഗിതഗീർ ഉപലക്ഷ്യസേനഃ. അടുത്ത് ഇന്തോ ചന്ദ്രനോട് ചോദിക്കണം, അല്ലയോ ചന്ദ്ര, ത്വം നീ യഷ്മണ ബലവതാസി, ബലവത്തായ യഷ്മണ ക്ഷയരോഗത്താൽ ഗൃഹീത പിടിപെട്ടവനായി അസി ഭവിക്കുന്നു. നിനക്കെന്താണ് ക്ഷയരോഗം പിടിപെട്ടോ? ക്ഷീണിച്ചവനായിട്ട് നിജ ദീതിരിഭി നിന്റെ കാന്തികൾ കൊണ്ട് തമ ഇരുട്ടിനെ ന ക്ഷിണോസി നശിപ്പിക്കുന്നില്ല. അപ്പോൾ ചന്ദ്രക്കലയൊക്കെ ആവുമ്പോൾ അത്രത്തോളം വെളിച്ചം കാണൂലല്ലോ. പൂർണ്ണചന്ദ്രനാണെങ്കിലേ വെളിച്ചം കാണുള്ളൂ. അപ്പോഴത്തേക്ക് പറയുകയാണ്, അപ്പൊ നിന്റെ കാന്തികൾ കൊണ്ട് നിനക്ക് ഇരുട്ടിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ. യഥാ വയം ഞങ്ങളെ പോലെ ത്വം നീയും മുകുന്ദ ഗതിദാനി, മുകുന്ദൻ പറഞ്ഞവയെ വിസ്മൃത്യ വിശേഷണ സ്മരിച്ചിട്ട് സ്ഥഗിതഗീ കശ്ചിത് പാലിക്കാത്തതായ വാക്കോട് കൂടിയവനാ ഭോ ഹേ നഖ ഞങ്ങളാൽ ഉപലക്ഷ്യതയെ കാണപ്പെടുന്നു. അപ്പോ മുകുന്ദനാൽ ഉപേക്ഷിക്കപ്പെട്ടവനാണോ നീയും? മുകുന്ദൻ പറഞ്ഞ വാക്കിനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ആ വാക്ക് പാലിക്കാതെ പോയല്ലോ, അതുപോലെ നിനക്കും പറ്റിയോ എന്ന് ചന്ദ്രനോട് ചോദിക്കണം. ഇന്തോ ചന്ദ്രനോട് ചോദിക്കുന്നു. ത്വമ്മിഷ്മണ ബലവദാസി ഗൃഹീത ഇന്തോ ക്ഷീണസ്തമോസ നിജ ദീധിരിഭി ക്ഷിണോഷി കച്ചിൻ മുകുന്ദ ഗതിദാനി യഥാ വയം ത്വം വിസ്മൃത്യ ഭോ സ്ഥഗിതഗീർ ഉപലക്ഷ്യസേനകാം. ശ്ലോകം 19. കിം ത്വാചരിതം അസ്മാഭിർ മലയാനില തേ പ്രിയം ഗോവിന്ദാപാംഗ നിർഭിന്നേ ഹൃദീറയസി നസ്മരം. ഇനി മലയമാരുതനോട് ചോദിക്കുകയാണ്, കിം ത്വാചരിതം അസ്മാഭി മലയാനില, അല്ലയോ മലയമാരുത, തേ നിനക്ക് കിം അപ്രിയം എന്തൊരു അപ്രിയമാണ്. രാത്രി വീശുന്ന തെക്കൻ കാറ്റ്, മന്മഥ പീഡ അനുഭവിക്കുന്ന ആ സ്ത്രീകൾ ആ കാറ്റിനോട് ചോദിക്കുകയാണ്, നീ ഇത്ര ഉപകാരം ഈ നല്ല അവസരത്തിൽ ചെയ്യാൻ മാത്രം നിനക്ക് എന്തോന്ന് പ്രിയമാണ് ചെയ്തത്? അസ്മാഭി ഞങ്ങളാൽ ആചരിക്കപ്പെട്ടു ഗോവിന്ദ അപാംഗ നിർഭിന്നെ ഗോവിന്ദന്റെ കടക്കൺ നോട്ടത്താൽ ഭേദിക്കപ്പെട്ടതായ നഹൃതി ഞങ്ങളുടെ മനസ്സിൽ സ്മൃതിയെ മന്മഥനെ ഈരസി പ്രേരിപ്പിക്കുന്നു. അപ്പോൾ നീ ചെയ്ത ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദന്റെ കടാക്ഷബാണം തറച്ച് മോഹാലസ്യ അടഞ്ഞിരുന്ന ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മയെ നീ പ്രവേശിക്കുന്നല്ലോ. സുഖമായ കാറ്റ് വീശിയപ്പോൾ അവർക്ക് വീണ്ടും ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഉണ്ട്, എങ്കിലും ആ സ്മരണ കൂടി. ബാണപീഡിതമായ ഹൃദയത്തിൽ മന്മഥ പീഡയുണ്ടായി. ബാണപീഡിതമായ ഹൃദയത്തിൽ മന്മഥാഗ്നി നീ ഉദ്ദീപിപ്പിച്ചല്ലോ. ഞങ്ങളുടെ മന്മഥ കാമ ചിന്ത ഉണ്ട് നേരത്തെ, പക്ഷേ ഈ മന്ദമാരുതൻ വീഴ്ചയപ്പോൾ എന്ത് ചെയ്തു? ആ കാമാതുര ആസക്തി കൂടി എന്നാണ്. പ്രാണപീഡിതമായ ഹൃദയത്തിൽ മന്മഥാഗ്നി നീ കൂട്ടി, ഉദ്ദീപിപ്പിച്ചു. പ്രാണനില്ലാതെ ആയാൽ പിന്നെ ചിതയിൽ കൊണ്ടുവച്ച് തീ പിടിപ്പിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അല്ല, ഞങ്ങൾക്കിപ്പോൾ പ്രാണനില്ലാതെ പോലെ ആയി. കാരണം എന്താണ്? കൃഷ്ണ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാണനും ഇല്ല എന്നാണ്. പിന്നെ നീ എന്തിനാണ് ഞങ്ങൾക്ക് വീണ്ടും കാമവികാരം ഉണ്ടാക്കിയത്? പുത്രന്മാർ ചെയ്യേണ്ട സമയോചിത കൃത്യം നിർവഹിക്കാൻ മാത്രം ഞങ്ങളിൽ സ്നേഹം നിനക്കെങ്ങനെ ഉണ്ടായി? ഞങ്ങളെ തണുപ്പിൽ നീ മന്ദമാരുതൻ വീശുന്നുണ്ടല്ലോ. മലയാനില, നിനക്ക് ഞാൻ എന്തൊരു അപ്രിയം ചെയ്തു? ഗോവിന്ദ കടാക്ഷമേറ്റ് മുറിഞ്ഞു തകർന്നിരുന്ന ഹൃദയത്തിൽ മന്മഥാഗ്നി വർദ്ധിപ്പിച്ച് ഞങ്ങളെ വേദനിപ്പിക്കുന്നത് നിനക്ക് ഉചിതമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നീ ചെയ്ത പ്രിയമെന്ത്, പിന്നെ അപ്രിയം. നിനക്ക് ഞാൻ എന്താണ് അപ്രിയം ചെയ്തത്? ഗോവിന്ദന്റെ കടാക്ഷ ബാണമേറ്റ് മുറിഞ്ഞു തകർന്ന ഹൃദയത്തിൽ മന്മഥാഗ്നി വർദ്ധിപ്പിച്ച് ഞങ്ങളെ വേദനിപ്പിക്കുന്നത് നിനക്ക് നല്ലതാണോ?
നിരപരാധികളെ ഉപദ്രവിക്കുന്നത് മൂർഖലക്ഷണം അല്ലയോ എന്നും ഇതിന്റെ അർത്ഥം എടുക്കാം. അപ്പൊ അവിടെ പ്രിയം വെച്ചും അപ്രിയം വെച്ചും നമുക്കതിനെ ഈ വാക്യം നമുക്ക് അർത്ഥം അന്വയിക്കാവുന്നതാണ്. കിം ത്വാ ആചരിതമസ്മാഭിർ മലയാനിലതേ പ്രിയം ഗോവിന്ദാപാംഗ നിർഭിന്നേ ഹൃദീരയസി നസ്മരം. ഹൃദി ഈരയസി എന്നാണ് കേട്ടോ. ഹൃദി രയസി അല്ല, ഹൃദി ഈരയസി പ്രേരിപ്പിക്കുന്നു എന്നാണ്. ഹൃദി ഈരയസി. ഒന്നുകൂടെ വായിക്കാം. കിം ത്വാചരിതമസ്മാഭിർ മലയാനിലതേ പ്രിയം ഗോവിന്ദാപാംഗ നിർഭിന്നേ ഹൃദി ഈരയസി. ഹൃദി ഈരയസി. ഹൃദി എന്ന് വെച്ചാൽ ഹൃദയത്തിൽ, മനസ്സില് ഈരയസി എന്തോന്നിനെ? മന്മഥന്. സ്മരം ഈരയസി. ഹൃദി ഈരയസി. അത് നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയി, സോറി. ഹൃദി ഈരയസി. അപ്പൊ ഞങ്ങളുടെ ഹൃദയത്തിൽ മന്മഥനെ ഈരയസി പ്രേരിപ്പിക്കുന്നു. കിം ത്വാചരിതമസ്മാഭിർ മലയാനിലതേ പ്രിയം ഗോവിന്ദാപാംഗ നിർഭിന്നേ ഹൃദി ഈരയസി ന സ്മരം. അടുത്തത് മേഘത്തിനോട് ചോദിക്കുകയാണ്. ശ്ലോകം 20. മേഘാ ശ്രീമൻ ത്വമസി ദൈതോ യാദവേന്ദ്രസ്യ നൂനം ശ്രീവത്സാംഗം വയമിവ ഭവാൻ ധ്യായതി പ്രേമബദ്ധ അത്യുത്കണ്ഠ ശബളഹൃദയോ അസ്മദ്വിധോ ബാഷ്പധാര സ്മൃത്വാ സ്മൃത്വാ വിസൃജസി മുഹുർ ദുഃഖദസ്തത്പ്രസംഗ. മേഘ, ഹേ മേഘമേ, ശ്രീമൻ ത്വം അസി ദൈതഃ യാദവേന്ദ്രസ്യ നൂനം. ഹേ മേഘമേ, ശ്രീമൻ ശോഭയോടുകൂടിയവനെ, ത്വം നീ യാദവേന്ദ്രസ്യ യാദവശ്രേഷ്ഠന്റെ ദൈത പ്രിയനായിട്ട് അസി നൂനം നീ ഭവിക്കുന്നു. നീ ആ യാദവശ്രേഷ്ഠന്റെ കൃഷ്ണന്റെ പ്രിയനായിട്ട് ഭവിക്കുകയാണോ? മേഘത്തിനോട് ചോദിക്കുകയാണ്. നിശ്ചയം ശരി തന്നെ. ഭവാൻ അങ്ങ് പ്രേമബദ്ധ പ്രേമത്താൽ ബന്ധിക്കപ്പെട്ടവനായി വയമിവ ഞങ്ങളെപ്പോലെ ശ്രീവത്സാംഗം ശ്രീവത്സമാകുന്ന അടയാളത്തോടു കൂടിയവനെ ധ്യായതി ധ്യാനിക്കുന്നു. ശബളഹൃദയ ശബളമായ ഹൃദയത്തോടു കൂടിയവനായി അസ്മദ്വിധ ഞങ്ങളെപ്പോലെ ഉള്ളവനായിട്ട് ഉത്കണ്ഠ അധികമായ ഉത്കണ്ഠയോട് കൂടിയവനായിട്ട് സ്മൃത്വാ സ്മൃത്വാ പിന്നെയും ഓർത്തിട്ട് ബാഷ്പധാര നേത്രജലധാരകളെ വിസൃജതി മോചിപ്പിക്കുന്നു. തത്പ്രസംഗ അവന്റെ കഥാപ്രസംഗം ദുഃഖത്തെ നൽകുന്നതാകുന്നു. അപ്പൊ ഇവിടെ നേത്രജലധാര എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ, ഇപ്പം മഴ പെയ്യുന്ന മേഘത്തെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഭഗവാന്റെ വിരഹ ദുഃഖം മൂലമാണോ നീ കണ്ണീരൊഴുക്കി കരയുന്നത് എന്ന് കൃഷ്ണഭാര്യമാർ മേഘത്തോട് ചോദിക്കുകയാണ്. മേഘമേ, നീ നിശ്ചയമായും കൃഷ്ണന്റെ പ്രിയൻ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നിന്റെ നിറം കൃഷ്ണന്റെ നിറം തന്നെ. മേഘത്തിന്റെ നിറം എന്താണ്? നീല നിറം, ശ്യാമള നിറം. അത് തന്നെയാണ് കൃഷ്ണന്റെ നിറം. അപ്പൊ ആ നിറം കൊണ്ടും സന്താപത്തെ ശമിപ്പിക്കുക എന്ന ധർമ്മം കൊണ്ടും. അപ്പൊ നല്ല ചൂട് സമയത്ത് മഴ പെയ്താൽ നമ്മുടെ ദുഃഖങ്ങളൊക്കെ തീരും, അല്ലേ? നമ്മുടെ നല്ല വേനൽക്കാലത്തൊക്കെ ഒരു മഴ കിട്ടിയാൽ, ഇപ്പോഴൊക്കെ ഒരു മഴ കിട്ടിയാൽ എന്ത് സുഖം. അപ്പൊ ആ നമ്മുടെ ദുഃഖത്തെ ശമിപ്പിക്കുന്ന ധർമ്മം കൊണ്ടും നീ ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ചവനാകുന്നു. ഭഗവാനും അതാണല്ലോ, സന്താപനാശകരനാണല്ലോ. ഹരയെ പരമാത്മനെ ഹര ദുഃഖങ്ങളെ ഹരിക്കുന്നവനാണ് ഹരി. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ, അപ്പൊ ഭഗവാനെ പോലെ തന്നെ നീയും മേഘശ്യാമള വർണ്ണനാണ്. അതുപോലെ മറ്റുള്ളവരെ ദുഃഖമില്ലാതാക്കുന്നവനാണ്. ഭഗവാനിൽ അതിപ്രേമമുള്ളവർക്ക് ഭഗവാന്റെ സാരൂപ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിനക്ക് ഭഗവാന്റെ സാരൂപ്യമുണ്ട്. ആ നിറം ഭഗവാന്റെ പോലെ തന്നെ. പിന്നെ മറ്റുള്ളവരുടെ ദുഃഖമില്ലാതാക്കുന്ന ഗുണവും നിനക്കുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങളെപ്പോലെ തന്നെ ഭഗവാനിൽ ബന്ധിപ്പിക്കപ്പെട്ട പ്രേമരസത്തോടു കൂടിയവൻ ആകുന്നു. ശ്രീവത്സമാകുന്ന മറുകിനെ മാറിൽ ധരിച്ചിരിക്കുന്ന ആ മനോഹര സ്വരൂപത്തെ നീ ധ്യാനിക്കുകയാണ്. ഭവത് വിരഹ നിമിത്തം നിന്റെയും ഹൃദയം ഞങ്ങളുടെ ഹൃദയം എന്ന പോലെ
ശബളമായിരിക്കുന്നു. ഇപ്പൊ ബഹുവിധ നിറം മേഘത്തിലുണ്ട്. മേഘം പല നിറത്തിൽ കാണും. അപ്പൊ അതുപോലെ സ്ത്രീകളുടെ ഹൃദയത്തില് ബഹുവിധ ഭാവഭേദങ്ങളുണ്ട്. അതിനാൽ നീയും ഞങ്ങളെപ്പോലെ ഉത്കണ്ഠയോടുകൂടി ഭഗവാന്റെ രൂപത്തെ ഓർത്തോർത്ത് ദുഃഖം സഹിക്കാതെ ബാഷ്പധാരകൾ വർഷിക്കുകയും ഉച്ചമായി കരയുകയും ചെയ്യുന്നു. ആ കഷ്ടം, ഇത് നിന്റെ കുറ്റമല്ല. ഭഗവാന്റെ കഥാപ്രസംഗം കൂടി അദ്ദേഹത്തിന്റെ വേർപാടിലിരിക്കുന്നവർക്ക് അത് ദുഃഖത്തെ നൽകുന്നതാകുന്നു. ഇങ്ങനെ ഓരോന്നും ഓർത്തോർത്തോർത്ത് ആ കൃഷ്ണന്റെ ഭാര്യമാർ വിലപിക്കുകയാണ്. അത് ഓരോന്നിനെയും വിളിച്ചാണ് കരയുന്നത്. നദിയെ വിളിച്ച്, മേഘത്തിനെ വിളിച്ച്, കുരരപക്ഷിയെ, ചക്രവാകപക്ഷി, ഓരോന്നിനെയും വിളിച്ച് വിളിച്ച് പറഞ്ഞ് കരയുകയാണ്. മേഘാശീമന്തമസിദൈതോ യാദവേന്ദ്രസ്യ നൂനം ശ്രീവത്സാംഗം വയമിവ ഭവാൻ ധ്യായതി പ്രേമബദ്ധ അത്യുത്കണ്ഠ ശബളഹൃദയോ അസ്മദ്വിദോ ബാഷ്പധാര സ്മൃത്വാ വിസൃജതി മുഹർ ദുഃഖദസ്തത്പ്രസംഗാം. ശ്ലോകം 21. പ്രിയരാവപദാനി ഭാഷസേ മൃത സഞ്ജീവികായ അനയാ ഗിര കരവാണികി മധ്യ തേ പ്രിയം വദമേ വൽഗിത കണ്ഠ കോകില. അടുത്തത് കോകില, കുയിലിനോട്, രാത്രിയുടെ അവസാനത്തിൽ പൂജനം ചെയ്യുന്ന കുയിലിനോടാണ് സ്തുതിരൂപേണ പറയുന്നത്. പ്രിയരാവ പദാനി ഭാഷസേ മൃത സഞ്ജീവികയാ അനയാ ഗിര കരവാണി കിമദ്യതേ പ്രിയം വദമേ വൽഗിത കണ്ഠ കോകില. മനോഹരമായ കണ്ഠത്തോടുകൂടിയ അലയോ കുയിലേ, മൃതസഞ്ജീവികയ മരിച്ചവരെ ജീവിപ്പിക്കുന്ന അനയാഗിര, ഈ വാക്കുകൊണ്ട് പ്രിയരാവ പദാനി പ്രിയമാകും വണ്ണം സംസാരിക്കുന്ന കൃഷ്ണന്റെ പദങ്ങളെ ത്വം നീ ഭാഷസേ ഭാഷിക്കുന്നു. അദ്യ ഇപ്പോൾ തേ നിനക്ക് കിം പ്രിയം എന്തൊരു പ്രിയത്തെ കരവാണി ചെയ്യട്ടെ മേ എന്നോട് വധ പറഞ്ഞാലും. അപ്പൊ മനോഹര സ്വരത്ത്, കുയില് നല്ല സ്വരത്തിലാണല്ലോ പാടുന്നത്. അപ്പൊ മനോഹര സ്വരത്തോടുകൂടി അല്ലെ കുയിലെ നീ ഞങ്ങളുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുക. നാം സംസാരിക്കുന്ന കൃഷ്ണനെ പോലെ മനോഹരമായി സംസാരിക്കുന്നു. അപ്പൊ നിന്റെ ഈ ഗാനം അദ്ദേഹം പഠിപ്പിച്ചു തന്നതാണോ? നിന്റെ ഈ സ്വരമാധുര്യം കേട്ടപ്പോൾ കൃഷ്ണന്റെ വാക്കുകളാണെന്ന് വിചാരിച്ച്, അതിനാൽ മരിക്കാൻ തക്ക നിലയിൽ എത്തിയിരിക്കുന്ന ഞങ്ങളെ നീ പ്രിയ വാക്കുകളാൽ ജീവിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ മൃതസഞ്ജീവികയ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന വാക്ക്. അപ്പോ ഭഗവാന്റെ ആ വാക്കുകൾ പോലെ ഈ കുയിലിന്റെ നാദസ്വരം, നല്ല കുയിലിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങളിതാ മരിക്കാൻ പോയി, ഞങ്ങൾക്കിതാ ജീവൻ വരുന്നു. പ്രിയ വാക്കുകളാൽ നീ ജീവിപ്പിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ എന്തൊരു ഇഷ്ടത്തെയാണ് ചെയ്യേണ്ടത്, നീ തന്നെ പറയുക എന്ന് കുയിലിനോട് പറയുകയാണ്. പ്രിയരാവപദാനി ഭാഷസേ മൃത സഞ്ജീവികയാ അനയാ ഗിര കരവാണികി മധ്യത്തെ പ്രിയം വദമേ വൽഗിത കണ്ഠ കോകിലാം. ശ്ലോകം 22. ന ചലസിന വദസ്യുദാരബുദ്ധേ ക്ഷിതിധര ചിന്തയസേ മഹാന്തമർത്ഥം അഭിപദ വസുദേവ നന്ദനാഘ്രിം വയമിവ കാമയസേ സ്തനൈർ വിധർത്തും. ഇനി അടുത്ത പർവ്വതത്തിനോടാണ്. ന ചലസി ന വദസി ഉദാരബുദ്ധേ ക്ഷിതിധര. ഉദാരബുദ്ധേ ക്ഷിതിധര, ഉദാരമായ വലിയ ബുദ്ധിയോടുകൂടിയ പർവ്വതമേ. ന ചലസി നീ ചലിക്കുന്നില്ലല്ലോ, ന വദസി ഒന്നും പറയുന്നുമില്ല, മഹാന്തം അർത്ഥം മഹത്തായ പുരുഷാർത്ഥത്തെ ചിന്തയസേ നീ പുരുഷാർത്ഥത്തെ ചിന്തിക്കുകയാണോ? വസുദേവ നന്ദനാംഗ്രിയും വസുദേവപുത്രന്റെ പാദത്തെ വയം ഇവ ഞങ്ങളെപ്പോലെ സ്തനങ്ങൾ കൊണ്ട് വിധർത്തും ധരിക്കാനായിക്കൊണ്ട് അഭികാമയസേ നീ ആഗ്രഹിക്കുന്നു. അപ്പൊ നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ, നീ ഇളകൊന്നൊന്നും ഇല്ലല്ലോ, നീ പുരുഷാർത്ഥം സാധിക്കാൻ വേണ്ടി ചിന്തിക്കുകയാണോ? നീ ഞങ്ങളെപ്പോലെ തന്നെ പരമപുരുഷാർത്ഥത്തെ നൽകുന്ന പുരുഷോത്തമനായ കൃഷ്ണന്റെ പാദത്തെ നിന്റെ കൊടുമുടികളാകുന്ന സ്ഥലം കൊണ്ട് ധരിക്കാൻ ആഗ്രഹിക്കുന്നുവോ? അഹോ കഷ്ടം, നീ ഞങ്ങളെപ്പോലെ ദുഃഖിക്കുന്നുവല്ലോ എന്ന് പർവ്വതത്തെ വിളിച്ചു പറഞ്ഞ് കരയുകയാണ്.
ന ചലസിനവദസ്യുദാരബുദ്ധേ ക്ഷിതിധര ചിന്തയസേ മഹാന്തമർത്ഥം അഭിപത വസുദേവനന്ദനാംഘ്രിം വയമിവ കാമയസേ സ്തനൈർവിധർത്തും. ശ്ലോകം 23. ശുഷ്യത്ഘ്രതാകർഷിതപദ സിന്ധുപത്ന്യാ സംപ്രത്യവാസ്ത കമലശ്രിയ ഇഷ്ടഭർത്തൃ യദ്വദ്വയം മധുപദേ പ്രണയാവലോകം അപ്രാപ്യ മുഷ്ടഹൃദയ പുരുകർഷിതാസ്മാ. ശിഷ്യത് ഹൃദ കർഷിത ബദ സിന്ധുപത്ന്യ. സിന്ധുപത്ന്യ നദികള്, സമുദ്രത്തിന് അടുത്ത പർവ്വതത്തെ പറഞ്ഞിട്ട് അടുത്ത നദികളെ പറയാണ്. ഇഷ്ടഭർത്താവായിരിക്കുന്ന മധുപതിയുടെ പ്രണയാവലോകം, പ്രണയത്തോടുകൂടിയ നോട്ടത്തെ അപ്രാപ്യ പ്രാപിക്കാതെ വയം ഞങ്ങൾ നമ്മൾ ഏതുവിധം മുഷ്ടഹൃദയ അപഹരിക്കപ്പെട്ട ഹൃദയത്തോട് കൂടിയവരായും പുരുകർഷിത ഏറ്റവും കൃശങ്ങളുമായിരിക്കുന്നുവോ. അപ്പൊ ഞങ്ങള് ആ ഭഗവാന്റെ ആ നോട്ടം, പ്രണയത്തോടുകൂടിയുള്ള നോട്ടമൊന്നും കിട്ടാതെ ഞങ്ങളിതാ ഇപ്പോ മെലിഞ്ഞിരിക്കുകയാണ്. ഭഗവാനെ ചിന്തിച്ച് ആഹാരം കഴിക്കാതെ ഞങ്ങൾ മെലിഞ്ഞിരിക്കുകയാണ്. അതുപോലെയാണോ നീ ഒന്ന് സിന്ധുപത്നി സമുദ്ര ഭാര്യമാരും, അതായത് നദികള് ശുഷ്യത്ഹൃദ ശോഷിച്ച കയങ്ങളോട് കൂടിയതാണ്. അപ്പൊ നദികളിലൊക്കെ ഇപ്പൊ വെള്ളം കുറവ്. അപ്പൊ അങ്ങനെ ഭഗവാനെ വിചാരിച്ച് എവര് ശോഷിച്ച പോലെ നദിയും ശുഷ്കിച്ചു പോയെന്നാണ്. അതിന്റെ ശോഷിച്ച ഹൃദ കയങ്ങളോട് കൂടിയത് കർഷിത കൃശങ്ങളും സമ്പ്രതി ഇപ്പോൾ അപാസ്ത കമലശ്രിയ നിരസിക്കപ്പെട്ട കമലകാന്തിയോട് കൂടിയവരുമായിരിക്കുന്നു. അപ്പൊ വെള്ളമില്ലാതെ ഉണങ്ങിയ മട്ടിൽ കിടക്കുന്ന നദികളെ ദൂരെ നിന്ന് നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ പോലെ ഇപ്പം ശുഷ്കിച്ചിരിക്കുകയാണ്. ആ ഭഗവാന്റെ സ്മരണ നിമിത്തമാണോ, നിങ്ങൾക്കും വിരഹ ദുഃഖമാണോ എന്ന് നദികളോട് ചോദിക്കുകയാണ്. ശിഷ്യത്ഹൃദാകർഷിതപദ സിന്ധുഭജ്ഞ സംപ്രത്യപാസ്ത കമലശ്രിയ ഇഷ്ടഭർത്തൃ യദ്വയം മധുപദേ പ്രണയാവലോകം അപ്രാപ്യ മുഷ്ടഹൃദയ പുരുകർഷിതാസ്മാ. ശ്ലോകം 24. ഹംസസ്വാഗതമാസ്യതാം പിബപ്പയോ ബ്രൂഹ്യംഗശൗരേ കഥാം ദൂതം ത്വാം നുവിധാമ കശ്ചിത് അതിഥസ്വസ്ത്യാസ്ത ഉക്തം പുരാ കിം വാനശ്ചല സൗഹൃദ സ്മരതിതം കസ്മാത് ഭജാമോ വയം. ക്ഷൗദ്ര ആലാപയ കാമദം ഷിയം ഹൃദേ സൈവൈക നിഷ്ഠാ സ്ത്രിയാം ഹംസസ്വാഗതമാസ്യതാം പിബപയോ ബ്രൂഹ്യംഗശൗരേ കഥാം ദൂതം താം നുപിധാമ കശ്ചിത് അജിത സ്വസ്ത്യാസ്ത ഉക്തം പുരാ കിം വാനശ്ചല സൗഹൃദ സ്മരതിതം കസ്മാത് ഭജാമോ വയം. ക്ഷൗദ്ര ആലാപയ കാമദം ഷിയമൃതേ സൈവൈക നിഷ്ഠാ സ്ത്രിയാം. ഇനി ഹംസത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഹംസമേ, സ്വാഗതം, സുഖമായി വന്നുവോ? ആസ്യതാം, സുഖമായിട്ട് നീ ഇരിക്കൂ, നിനക്ക് സ്വാഗതം. പയ, വെള്ളത്തേപ്പിബ, പാനം ചെയ്യൂ, നീ വെള്ളം കുടിക്കൂ. അങ്ക, ഹേ പൂജ്യ, ശൗരേ, കൃഷ്ണന്റെ കഥയെ ബ്രൂഹി, പറയുക. അപ്പൊ നീ കൃഷ്ണ വർത്തമാനമൊക്കെ പറയൂ. അദ്ദേഹം പറഞ്ഞയച്ചതിനാൽ വന്നിരിക്കുന്ന ദൂതനാണ് നീ എന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് കൃഷ്ണന്റെ കഥയെ നീ പറയൂ. ത്വാം, നിന്നെ ദൂതനെന്ന് വിധാമ, ദൂതനെന്ന് ഞങ്ങൾ അറിയുന്നു. അജിത, ആരാലും ജയിക്കപ്പെടാത്ത അവൻ, സ്വസ്തി, സുഖമായിട്ട് ആസ്തേ കശ്ചിത്. അപ്പൊ കൃഷ്ണന്റെ ദൂതനല്ലേ, ആ കൃഷ്ണൻ സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളോട് പുരായുക്തം, മുമ്പ് പറഞ്ഞതിനെ കിംവാസ്മരതി, അവൻ ഞങ്ങളോട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഓർക്കുന്നുണ്ടോ? ചലസൗഹൃദ, ഇളക്കമുള്ള സ്നേഹത്തോട് കൂടിയവൻ ആകുന്നു അവൻ. വയം, ഞങ്ങൾ കസ്മാത്, എന്ത് ഹേതുവായിട്ട് ഭജിക്കുന്നു. അവന്റെ മനസ്സ് ഇളക്കമാണ്. ഇപ്പം പറയുന്ന അവനൊന്നും അതിനനുസരിക്കുന്നില്ല, ഞങ്ങളോട് പറഞ്ഞെല്ലാം മറന്നു. തം, അവനെ ഷിയം ഹൃദേ, ശ്രീദേവിയെ കൂടാതെ ആലാപയ, വിളിച്ചോണ്ട് വരൂ. ശ്രീദേവിയോട് വന്നാൽ ശ്രീദേവിയോടൊത്തേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ശ്രീദേവി ഇല്ലാതെ അദ്ദേഹത്തെ വിളിച്ചോണ്ട് വരൂ. സ്ത്രീകളിൽ വെച്ച് സാ ഏവ, അവൾ തന്നെയോ ഏകനിഷ്ഠ, ഏകനിൽ നിഷ്ഠയോടുകൂടിയവൾ. അപ്പൊ അവക്കെപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെ ഇരിക്കാം. കാരണം എന്താണ്? ശ്രീദേവിയുടെ സ്ഥാനം എവിടെയാണ്? മഹാലക്ഷ്മിയുടെ സ്ഥാനം ഭഗവാന്റെ മാറിലാണ്. അപ്പൊ അതുകൊണ്ട് അവക്കെപ്പോഴും ഏകനിഷ്ഠയോടുകൂടി ഭഗവാനോടുകൂടി ഇരിക്കാം.
അപ്പൊ ഞങ്ങളാണെങ്കിലോ ഞങ്ങളിവിടെ അവരൊക്കെ ദുഃഖം അനുഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ത്രീയോടുകൂടി അല്ലാതെ, ശ്രീദേവി ഇല്ലാതെ അവനെ വിളിച്ചുകൊണ്ട് ഇവിടെ വരണം. കംസസ്വാഗതമാസ്യതാം പിബപയോ ബ്രൂഹ്യംഗ ശൗരേ കഥാം ദൂതം താനുവിധാമ കശ്ചിദ്ദ സ്വസ്ത്യാസ്ത ഉക്തം പുരാ കിം വാനശ്ചലത സൗഹൃദ സ്മരതിതം കസ്മാത് ഭജാമോ വയം ക്ഷൗദ്ര ആലാപയ കാമദം ഷിയമൃതേ സൈവൈക നിഷ്ഠാസ്ത്രിയാം. ശ്ലോകം 25. ഇതീദൃശേനാഭാവേന കൃഷ്ണേന യോഗേശ്വരേശ്വരേ ക്രിയമാണേന മാധവ്യോ ലേഭിരേ പരമാം ഗതിം. ഇതി ഈദൃശേന ഭാവേന കൃഷ്ണേ യോഗേശ്വരേശ്വരേ, യോഗേശ്വരേശ്വരേ യോഗേശ്വരന്മാരുടെയും ഈശ്വരനായ കൃഷ്ണനിൽ ക്രിയമാണേന ചെയ്യപ്പെടുന്ന ഈദൃശേന ഇപ്രകാരമുള്ള ഭാവേന ഭാവത്താൽ മാധവ പത്നികൾ, കൃഷ്ണന്റെ പത്നികൾ പരമാംഗതി പരമഗതിയെ ലഭിച്ചു. അവർ പരമഗതി പ്രാപിച്ചു. അവരിങ്ങനെ കൃഷ്ണനിൽ തന്നെ ചിന്തിച്ച് ആ കൃഷ്ണനിൽ തന്നെ ലയിച്ചു എന്നാണ്. ഈദൃശേന ഭാവേന, ഇങ്ങനെയുള്ള അവരുടെ ഭാവത്താൽ, അതായത് ഏത് സമയവും കൃഷ്ണനിൽ മനസ്സ് വച്ചാണ് അവരിയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭാവം കൊണ്ട് ആ കൃഷ്ണനിൽ തന്നെ അവർ ലയിച്ചു. ക്രിയമാണേന മാധവ്യോ ലേപിരെ പരമാം ഗതി. അപ്പൊ അങ്ങനെ കൃഷ്ണനിൽ വയ്ക്കപ്പെട്ട മനസ്സ് നിമിത്തം ആ മാധവപത്നിമാരായ സ്ത്രീകൾ പരമഗതി പ്രാപിച്ചു. ഈദൃശേന ഭാവേന കൃഷ്ണേന യോഗേശ്വരേശ്വരേ ക്രിയമാണേന മാധവ്യോ ലേപിരേ പരമാം ഗതിയും. ശ്ലോകം 26. ശ്രുതമാത്രോപിയ സ്ത്രീണാം പ്രസഹ്യാകർഷതേ മന ഉരുഗായോരു ഗീതോ വാ പശ്യന്തീനാം കുതപുനാം. ശ്രുതമാത്രോപി യഹ സ്ത്രീണാം പ്രഹസ്യ ആകർഷതേ മനഃ ഉരുഗായ ഉരുഗീത. ഉരുഗായ ഉരുക്കളായ ഗാനങ്ങളോടുകൂടിയവനും ഉരുഗീതാവ ബഹുവാകുംവണ്ണം ഗാനം ചെയ്യപ്പെടുന്നവനുമായ അവൻ ശ്രുതമാത്രാപി കേൾക്കപ്പെട്ടവനെങ്കിൽ കൂടി സ്ത്രീണാം മനഃ സ്ത്രീകളുടെ മനസ്സിനെ പ്രസഹ്യ ബലാൽക്കാരേണ ആകർഷതേ ആകർഷിക്കുന്നു. പുനഃ പിന്നെ പശ്യന്തീനാം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുത പറയണോ. അപ്പൊ ആ സ്ത്രീകൾക്ക് പരമഗതി ലഭിച്ചതിൽ ആശ്ചര്യമില്ലെന്ന് പറയുകയാണ്. അതായത് ബഹുവിധങ്ങളായ പാട്ടുകൾ പാടുന്നവനും ബഹുവിധ കീർത്തനങ്ങൾ കൊണ്ടും ഭക്തന്മാരാൽ കീർത്തിക്കപ്പെടുന്നവനുമായ കൃഷ്ണനെക്കുറിച്ച് കേൾക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ മനസ്സിനെ ബലാൽക്കാരേണ അപഹരിക്കുന്ന സ്ഥിതിക്ക് സദാ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മനസ്സ്, ഇവരെപ്പോഴും കൃഷ്ണപത്നിമാരല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിൽ തന്നെ സ്ഥിരമായി ഭവിച്ചതും അത് നിമിത്തം അവർക്ക് പരമഗതി ലഭിച്ചതിലും ആശ്ചര്യമില്ല. അപ്പൊ ഗോപികമാർക്ക് പോലും പരമഗതി ലഭിച്ചല്ലോ. അവർ ഓരോന്ന് ചെയ്യുമ്പോഴും കൃഷ്ണന്റെ പാട്ടുപാടിയൊക്കെയാണ്. മധുരയിൽ പോയതിനു ശേഷം പിന്നെ കൃഷ്ണൻ ഇങ്ങോട്ട് ഗോകുലത്തിൽ വന്നിട്ടില്ല. പക്ഷെ ആ ഗോപികമാർക്കും പരമഗതി തന്നെ ലഭിച്ചു. അപ്പൊ ഇവരാണെങ്കിലും എപ്പോഴും കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവർക്ക് പരമഗതി ലഭിച്ചതിൽ ആശ്ചര്യമൊന്നുമില്ല. ശ്രുതമാത്രോപിയ സ്ത്രീണാം പ്രസഹ്യാകർഷതേ മന ഉരുഗായോരു ഗീതോ വാ പശ്യന്തീനാം കുതപുനാം. ശ്ലോകം 27. യാ സംപരിചരൻ പ്രേംണ പാദസംവാഹനാദിഭി ജഗദ്ഗുരും ഭർതൃബുദ്ധ്യ താസാം കിം വർണ്യതേ തപ. യാ സംപര്യചരൻ പ്രേംണ, യാതൊരുത്തികൾ പ്രേംണ പ്രേമത്തോടുകൂടി പാദസംവാഹനാദിഭി പാദസ്പർശനം മുതലായവ കൊണ്ട് ഭർതൃബുദ്ധ്യ ഭർത്തൃഭാവത്തോടുകൂടി ജഗദ്ഗുരുവിനെ സംപര്യചരൻ പരിചരിച്ചുവോ താസാം അവരുടെ തപസ് കിം വർണ്യതേ എങ്ങനെ വർണ്ണിക്കപ്പെടും. അപ്പൊ ഈ സ്ത്രീകൾ ധന്യർ തന്നെ. കാരണം എന്താണ്? അവരുടെ ഭർത്താവാണെന്നുള്ള ഭാവത്തിലാണ് കൃഷ്ണനെ ഓർമ്മിക്കുന്നത്. ആ ഭാവത്തോടുകൂടി പാദസ്പർശനാദികൾ കൊണ്ട് ശുശ്രൂഷിക്കും. അവർക്ക് പാതിവൃത്യ മഹിമയാൽ പരമഗതി ലഭിച്ചു.
ഇവര് അവരുടെ ഭർത്താവാണ് ഈ ഇപ്പൊ പറഞ്ഞ ആൾക്കാര്. ഇവരായിട്ട് സാക്ഷാൽ ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണനെ തന്നെ പ്രത്യക്ഷ ഭർത്താവായി പ്രാപിച്ചവരാണ്. അല്ലെ, 16,000 പേരും 16,008. അപ്പൊ ഈ 16,000 പേരും ഇങ്ങനെ പോയി. പാദസംവഹനാദി ശുശ്രൂഷകൾ, പാദ സംവഹനം തുടങ്ങിയ ശുശ്രൂഷകളൊക്കെ ചെയ്ത് അതിപ്രേമത്തോടുകൂടി ചെയ്തു. ഇവരുടെ തപബലം നമുക്ക് എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? കൃഷ്ണനെ എപ്പോഴും കണ്ടുകൊണ്ടും കൂടെ ഇരിക്കുന്നതാണ്. കാണാത്തവർക്ക് പോലും കൃഷ്ണനെ ഓർമ്മിച്ചാൽ പോലും പരമഗതി കിട്ടും. പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകൾ ധന്യകൾ തന്നെ. യാ സംപര്യചരൻ പ്രേംണ പാദസംവാഹനാദിഭി ജഗദ്ഗുരും ഭർത്തൃബുദ്ധ്യ താസാംഗം വർണ്ണ്യതേ തപ. ശ്ലോകം 28. ഏവം വേദോദിതം ധർമ്മം അനുതിഷ്ഠൻ സദാം ഗതി ഗൃഹം ധർമാർത്ഥ കാമാന മുഹുശ്ച ആദർശയത് പദം. ഏവം വേദ ഉദിതം ധർമ്മം അനുതിഷ്ഠൻ സദാം ഗതി. സദാം ഗതി സത്തുക്കളുടെ പ്രാപ്യസ്ഥാനമായ കൃഷ്ണൻ. ഏവം ഇപ്രകാരം വേദോദിതം വേദത്താൽ പറയപ്പെട്ട ധർമ്മത്തെ അനുതിഷ്ഠൻ അനുഷ്ഠിക്കുന്നവനായി ധർമാർത്ഥ കാമാന ധർമാർത്ഥ കാമങ്ങളുടെ പദം സ്ഥാനമായ ഗൃഹത്തെ മുഹു പിന്നെയും പിന്നെയും അദർശയത് കാട്ടിക്കൊടുത്തു. ഗൃഹസ്ഥാശ്രമം ഭഗവാൻ അനുഷ്ഠിച്ചതിന്റെ പ്രയോജനം പറയുകയാണ്. അതായത് ഇപ്രകാരം വേദത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ഗൃഹസ്ഥ ധർമ്മം യഥാക്രമം അനുഷ്ഠിച്ച ഭഗവാൻ കൃഷ്ണൻ ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കുന്നതിനുള്ള സ്ഥാനമാകുന്നു ഗൃഹസ്ഥാശ്രമം എന്ന് തന്റെ അനുഷ്ഠാനത്തിൽ അന്യർക്ക് പലവട്ടം ഉപദേശിച്ചു. ഏവം വേദോദിതം ധർമ്മം അനുതിഷ്ഠൻ സദാം ഗതി ഗൃഹം ധർമാർത്ഥ കാമാന മുഹുശ്ചാദർശയത് പദം. ശ്ലോകം 29. ആസ്ഥിതസ്യ പരം ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേദിനാം ആസൻ ഷോഡശ സാഹസ്രം മഹിഷിഷ്ട സദാധികം. ആസ്ഥിതസ്യ പരം ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേദിന ഗൃഹസ്ഥാശ്രമികളുടെ പരം മുഖ്യമായ ധർമ്മത്തെ ആസ്ഥിതസ്യ അധിവസിക്കുന്ന കൃഷ്ണന് ശതാധികം 100 അധികരിച്ചതായ ഷോഡശ സാഹസ്രം 16,000. ഇപ്പൊ 16,000 എന്ന് പറയും, 100 അധികരിച്ചതെന്ന് പറഞ്ഞാൽ 16,100 എന്ന് പറയും. 16,000, 16,100 ഇങ്ങനെയൊക്കെ പറയും. സംഖ്യയിൽ എത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ട, ധാരാളം പത്നിമാരെന്നുള്ള മഹിഷികൾ ആസംഭവിച്ചു. അപ്പൊ അങ്ങനെ ഗൃഹസ്ഥ ധർമ്മം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഭഗവാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ കൃഷ്ണന് 16,100 സ്ത്രീകൾ സാധാരണ ഭാര്യമാരുടെ നിലയിൽ ഉണ്ടായിരുന്നു. ആസ്ഥിതസ്യ പരം ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേദിനാം ആസൻ ഷോഡശ സാഹസ്രം മഹിഷിച്ച ശതാധികം. ശ്ലോകം 30. താസാം ശ്രീരത്ന ഭൂതാനാം അഷ്ടൗയാ പ്രാഗുദാഹൃദാഹ രുക്മിണീ പ്രമുഖ രാജൻ തത്പുത്രാം ചാനുപൂർവശഹാം. അപ്പൊ ഇപ്പോ 16,100 പേരുടെ കാര്യം പറഞ്ഞു. താസാം ശ്രീരത്നഭൂതാനാം ശ്രീരത്നങ്ങളിൽ സ്ത്രീകളിൽ വച്ച് രത്നങ്ങളായിരിക്കുന്ന താസാം അവരുടെ മധ്യത്തിൽ രുക്മിണി പ്രമുഖ രുക്മിണി മുതലായ അഷ്ടൗയ 8 പേർ യാതൊരുത്തികളോ രാജൻ ഹേ അവരും താഹ അവരും തത്പുത്രാച്ച അവരുടെ പുത്രന്മാരും അനുപൂർവശ ക്രമമായി പ്രാക്ക് മുമ്പ് ഉദാഹരിക്കപ്പെട്ടു. അപ്പൊ നേരത്തെ കൃഷ്ണപത്നിമാരെ പറഞ്ഞു അല്ലെ, രുക്മിണി, അത് കഴിഞ്ഞ് സാംബവതി അല്ല ജാമ്പവതി, പിന്നെ സത്യഭാമ, ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ പറഞ്ഞു അല്ലേ. സത്യഭദ്ര, ഇങ്ങനെയുള്ള കാളിന്തി, ഇങ്ങനെയുള്ള 8 പത്നിമാര് വിവാഹമെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ അങ്ങനെ അവരൊക്കെ സ്ത്രീരത്നങ്ങൾ എന്നാണ് പറഞ്ഞത്, 8 പേര്. ഇവരെ കൂടാതെ രുക്മിണി മുതലായ 8 പേരെയും അവരുടെ പുത്രന്മാരെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അവരോടുകൂടി 16,108 ഭാര്യമാർ കൃഷ്ണന് ഉണ്ടായിരുന്നു. അപ്പൊ 16,000 എന്ന് ചില സ്ഥലത്ത് പറയും, ചിലയിടത്ത് 16,100, പിന്നെ 8 പേര്. അപ്പൊ 16,108 ഭാര്യമാർ കൃഷ്ണൻ ഉണ്ടായിരുന്നു. താസാം ശ്രീരത്നഭൂതാനാം അഷ്ടൗയാ പ്രാഗുദാഹൃത രുക്മിണീ പ്രമുഖ രാജൻ തത്പുത്രാഞ്ചാനുപൂർവശ. അപ്പൊ ഇന്നിവിടെ നിർത്താം, ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഇനി ഒരു ഭാഗവും കൂടെ കഴിയുമ്പോൾ നമുക്ക് 90-ാമത്തെ അധ്യായം തീരും. അപ്പോൾ എന്താണ്, ദശമസ്കന്ധം തീരും, പിന്നെ ഏകാദശ സ്കന്ധമാണ്.
സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.